ജെനി, മോളെ എണീക്ക്. ജാനി അവളെ വിളിച്ചു. ഇപ്പൊ എണീക്കും. അവൾ ഒന്നുകൂടി ചുരുണ്ടു കിടന്നു. ജാനി പിന്നെ ഒന്നും നോക്കില്ല. കട്ടൻ വകഞ്ഞു മാറ്റി മുഖത്ത് പ്രകാശം അടിച്ചപ്പോ അവൾ കണ്ണുകൾ പതിയെ തുറന്നു. നിങ്ങൾ കരുതും പോലെ സമയം 7 8 അല്ല, 11 കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ എണീറ്റിരുന്നു. എന്ത് പണിയാ ചേച്ചി കാണിച്ച്? കുറച്ചു നേരം കൂടി കിടക്കാൻ സമ്മതിക്കാതെ. ഉറക്കം തൂങ്ങി തല ചൊറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ ഇരിപ്പ് കണ്ട് ജാനി ചിരിച്ചു. ഇനി നീ ഉറങ്ങിയ അമ്മ തവിയെടുക്കും. ഇപ്പൊ തന്നെ അമ്മ വരാനാ നിന്നെ. അവളുടെ അടുത്തിരുന്നു കൊണ്ട് ജാനി പറഞ്ഞു. ദൈവമേ, ഒരാള് കലിപ്പാണോ? ഇനി ഇന്ന് ചായ കിട്ടില്ലേ? ചായയോ? ചോറ് കഴിക്കേണ്ട സമയമായി. അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. പോയി പല്ല് തേച്ചിട്ട് വാടി, വായനാറ്റം. എനിക്കൊരു ബെഡ് കോഫി എങ്കിലും എടുക്കായിരുന്നില്ലേ? 11 മണിക്കാണ് അവളുടെ ബെഡ് കോഫി. എനിക്ക് പോടി. ജാനി അവളെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കയറ്റി. ചേച്ചി അമ്മേ, ഉമ്മ. ബാത്റൂമിൽ നിന്ന് അവൾ വിളിച്ചു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ജാനി മുറി വിട്ടിറങ്ങി. ഇവരാണ് ഡോക്ടർ മഹേന്ദ്രന്റെയും ഡോക്ടർ വസുന്ധരയുടെയും 2 മക്കൾ, ജാൻവി മഹേന്ദ്രൻ, എല്ലാവരുടെയും ജാനി. ജാനിയും അച്ഛനമ്മമാരെ പോലെ ഡോക്ടറാണ്, പീഡിയാട്രിഷ്യനാണ്. അടുത്തത് ലവൾ, നമ്മുടെ നായിക, ദി ഗ്രേറ്റ് ജനനി മഹേന്ദ്രൻ, എല്ലാവരുടെയും ജെനി. BArcന് പഠിക്കുന്നു. വീട്ടിൽ ഡോക്ടേഴ്സ് അധികം ആയതുകൊണ്ട് അവൾക്ക് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ആരും നിർബന്ധിച്ചില്ല. അവളെ അവളുടെ ഇഷ്ടത്തിനും വിട്ടു. ജാനിയും ജെനി ഒരുപോലെ സുന്ദരികളാണ്. എന്നാലും ജെനിയാണ് ജാനിയേക്കാൾ ഭംഗി. വെള്ളാരം കണ്ണുകളും നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള മൂക്കുത്തിയാണ് അവളുടെ പ്രധാന ആകർഷണം. മിഡിൽ ലെങ്ത് ഇടതൂർന്ന മുടിയാണ് അവൾക്ക്. അവളുടെ താടിച്ചൊഴി അവൾക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. ആളൊരു കലിപ്പത്തിയാണ്. പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. വന്നാലൊട്ട് പിടിച്ചാലും കിട്ടില്ല. അല്ലറ ചില്ലറ അടിയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ലേഡി റൗഡി എന്ന ചെല്ലപ്പേരും ഉണ്ട്. കോളേജിലെ എല്ലാവരുടെയും ഇഷ്ടതാരമാണ് ജെനി. പക്ഷെ ആരും പ്രൊപ്പോസ് ചെയ്യാൻ പോവില്ല. കുറച്ചു കാലം കൂടി നടക്കാൻ ആഗ്രഹം കാണും. പാട്ടിലും ചിത്രരചനയിലും ഡാൻസിലും ഒരുപോലെ അവൾ കഴിവ് തെളിയിക്കുന്നുണ്ട്. കലാരംഗത്ത് മാത്രമല്ല, പഠനത്തിനും അവൾ ഒട്ടും കുറയാതെ മുന്നിൽ തന്നെയുണ്ട്. ജെനി ഫ്രഷായി ഇറങ്ങി മുറിയിലൂടെ കണ്ണോടിച്ചു. ആഹാ, മനോഹരം. ചേച്ചിയാണെന്ന് തോന്നുന്നു. ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റൂമാണ് അവളുടെ. സിമ്പിളാണ്, എന്നാൽ മോഡേണ്. മഹേന്ദ്ര അവരുടെ റൂമിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് അവസരം കൊടുത്തതുകൊണ്ട് ജാനിയും ജെനി അവരുടെ ഇഷ്ടത്തിനാണ് റൂം ഇന്റീരിയർ സെറ്റാക്കിയത്. ജെനിക്ക് റൂമിനോട് ചേർന്ന് ബാൽക്കണി വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അവളുടെ റൂമിന് മാത്രം ഒറ്റ ബാൽക്കണിയുണ്ട്. മറ്റു റൂമുകൾക്കില്ല. പിന്നെ ഒരു കോമൺ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് ഗ്ലാസ് ഡോർ ആയിരുന്നു. വെള്ള കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ട്. ബാൽക്കണിയിൽ 4 ബീൻ ബാഗും അതിന് നടുക്ക് ഒരു മിനി കോഫി ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ റൂമിൽ ബെഡിനോട് കുറച്ചു ചേർന്ന് ഒരു ഹാങ്ങിങ് സ്വിംഗ് ഉണ്ട്. അതും അവളുടെ നിർബന്ധമായിരുന്നു. അവൾ അതിലിരുന്നാണ് ചിത്രം വരയ്ക്കുന്നതും ഇടയ്ക്കിടെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നതും. അവൾക്ക് അവളുടെ മുറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവളുടെ സ്വിംഗ് ആണ്. ഷെൽഫിനോട് ചേർന്നുള്ള സ്പേസിൽ അവളുടെ പ്രിയപ്പെട്ട ഗിറ്റാറും വെച്ചിട്ടുണ്ട്. ആള് തല്ലുകൊള്ളിയാണെങ്കിലും റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കും. വൃത്തികേടാക്കാൻ അവള് വീട്ടിലുണ്ടാവില്ല. അത് വേണം പറയാൻ. അവളും അവളുടെ വാലുകളും എപ്പോഴും പുറത്തായിരിക്കും. ആരോടെങ്കിലും വഴക്കിട്ടും വായി നോക്കിയും വെറുതെ സമയം കളയും. എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ ചെല്ലുമ്പോ അമ്മയുടെ വക വേറെ ഭരണി. ആഹാ, അന്തസ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് അവളെ ചീത്ത പറഞ്ഞ് മടുക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന അവൾക്ക് എന്തിനാ മടുപ്പ്? ജെനി ഒരു ബ്ലൂ ജീനും റെഡ് ചെക്ക് ഷർട്ടും ഇട്ട് റെഡിയായി. മുടി പോണിട്ടേൽ കെട്ടി, കണ്ണു പതിവ് പോലെ ലൈറ്റായി എഴുതി. അവളുടെ ചോര ചുണ്ടുകളിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ അവൾ ഉപയോഗിക്കാറില്ല. ചാർജിലിട്ട ഫോണും എടുത്ത് ടേബിളിലെ റെയ്ബാനും എടുത്ത് അവൾ ഇറങ്ങി. സ്റ്റെയറിന്റെ അവിടെ എത്തിയപ്പോൾ അവൾ ചുമ്മാ ഒന്ന് താഴേക്ക് എത്തി നോക്കി. സബാഷ്, 3 ഡോക്ടർമാരും അവിടെ ഇരിപ്പുണ്ട്. അവൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി. വരുന്നുണ്ട്. ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തത്? അവളെ കണ്ടപാടെ അമ്മ ചൂടായി. അവളൊന്ന് ചിരിച്ചതാണ്. പക്ഷെ സൈക്കിളിൽ നിന്ന് വീണ ഇളിയായി. ഇന്നലെ ഉറക്കം വരാതെ നേരത്തെ കിടന്നപ്പോ ഉറങ്ങിപ്പോയി. അപ്പ എണീറ്റപ്പോ വൈകി. എന്താ? അമ്മയും അച്ഛനും വാ പൊളിച്ചു. കൊച്ചാണ് കിളി പോയ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നേ? അച്ഛൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് പെട്ടെന്ന് പറഞ്ഞപ്പോ അക്ഷരം മാറിപ്പോയതാണ് അച്ഛേ. ജാനി ചിരി കടിച്ചു പിടിച്ചിരിപ്പുണ്ട്. എങ്ങാനും ചിരിച്ച പെട പപ്പും പൂടയും എടുക്കും. ജീവനെ കൊതിയുണ്ടേ. എന്താ അമ്മേ കഴിക്കാൻ? ഉച്ചത്തേക്ക് വെച്ച ചോറുണ്ട്, പയർ മെഴുക്ക് വരട്ടി, മീൻ പൊരിച്ചത്, സാമ്പാറും ഉണ്ട്. അപ്പൊ രാവിലെ ഉണ്ടാക്കിയതൊന്നും ഇല്ലേ? ഉച്ചയ്ക്ക് എണീറ്റ് വരുന്ന നിനക്കെന്തിനാ രാവിലത്തെ ഉണ്ടാക്കുന്നേ? വേണേ ചോറ് കഴിച്ചിട്ട് പോവച്ചേ. എനിക്ക് വേണ്ട നിങ്ങളുടെ ചോറ്. ജെനി മുഖം വീർപ്പിച്ച് പുറത്തേക്ക് പോയി. അവളുടെ പിറകെ ചിരിച്ചുകൊണ്ട് അമ്മയും അച്ഛനും ജാനി. എവിടെയാടാ പന്നി? അപ്പുറത്തുനിന്ന് ഫോൺ എടുത്ത് ജെനി അലറി. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതിലുള്ള അലറലാണ്. എന്റെ ജെനി, നീ ഒന്ന് പതുക്കെ അലറ്, ചെവി പൊട്ടി. മോനെ പാച്ചു, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതിന്റെ കലിപ്പാണ്. മഹേന്ദ്ര അവളുടെ പുറകിൽ നിന്നും ഉറക്കെ പറഞ്ഞു. അത് കൃത്യമായി പാച്ചു കേട്ടു. പാച്ചു ചിരിച്ചപ്പോ ജെനിക്ക് വീണ്ടും പെരുത്തു കയറി. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലയെ കയറി പൊറോട്ട അടിക്കും. ശരിയാക്കി തരാടാ പന്നി. നിനക്കൊന്നും ഒരു കാലത്ത് ഒരു പെണ്ണ് കിട്ടില്ലടാ.
അവനോട് കലപ്പി പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു. ഇതിലും വലിയ ശാപം ഇനി പാച്ചുവിന് കിട്ടാൻ പോണില്ല, പാവം. ജാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും അവളുടെ കൂടെ കൂടി. ജെനി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കിട്ടാത്ത കലിപ്പിലാണ്. മിണ്ടാണ്ട് ചോറ് കഴിച്ചാൽ മതി, ഇത് വെറും പട്ടിഷോ. ജെനിയുടെ അവസാനത്തെ വാക്കുകൾ കേട്ടിട്ടാണെന്ന് തോന്നുന്നു പാച്ചു മറ്റേ രണ്ടെണ്ണത്തിനും പൊക്കി പാഞ്ഞു വന്നു. പാവങ്ങൾ മൂന്നും പട്ടിയെ പോലെ കിതയ്ക്കുന്നുണ്ട്. എബി ജെക്കിലെ വെള്ളം എടുത്ത് വായിലേക്ക് കമിഴ്ത്തി. പിന്നെ വെള്ളത്തിനായിരുന്നു അടി. അവസാനം വസു വന്ന് ഇടപെട്ടപ്പോ മൂന്നും അടങ്ങി. ജെനിയുടെ കൂട്ടുകാരാണെങ്കിലും അവരും ജാനിക്കും അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ജെനിയെ പോലെ തന്നെ ഇഷ്ടമാണ് അവരെ. പാർത്ഥൻ എന്ന പാച്ചു, എബിൻ എന്ന എബി, ഏഞ്ചൽ എന്ന അഞ്ചു, ഇവരാണ് അവളുടെ കരളുകൾ. എബിയും അഞ്ചു ഇരട്ടകളാണ്. രണ്ടും കണക്കാ. ഇന്നെന്താ അമ്മേ പ്രശ്നം? അഞ്ചു വാസുവിനോട് ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. എന്റെ ജെനി, നീ എണീറ്റ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നമുക്ക് മാളിപ്പോയി നന്നായിട്ട് ഫുഡ് കഴിക്കാം. അവളെ പിടിച്ചു വലിച്ച് എബി പറഞ്ഞു. ജെനി ചാടി എണീറ്റു. വീട്ടുകാരെ നോക്കി കൊഞ്ഞനം കുത്തി അവളുടെ സന്തത സഹചാരിയുടെ കീയും എടുത്തിറങ്ങി. നേരത്തെ വന്നോണ്ടല്ല, മഹി അവരോട് പറഞ്ഞു. ഉവ്, അവർ നാലും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഒരിരമ്പലോടെ ജെനിയുടെ റാങ്കള് ഗേറ്റ് കടന്നു പോയി. മാളിപ്പോയി ഫുഡ് കോർട്ടിൽ കയറി മൂക്കുമുട്ട ഫുഡും കഴിച്ച് അവർ അവരുടെ ഡ്യൂട്ടിയിലേക്ക് തിരിഞ്ഞു. അത് തന്നെ വായനോട്ടം. ജെനി കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഷർട്ടിൽ തൂക്കി. പാച്ചുവിന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് അവളുടെ തലയിലേക്ക് വെച്ചു. എബിയും പാച്ചു അമ്മച്ചിമാരെ പോലും വിടാതെ നോക്കുന്നുണ്ട്. ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജെനി ഫോൺ കയ്യിലെടുത്തു. പെട്ടെന്ന് അവളുടെ ഹൃദയം അകാരണമായി മിടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട എന്തോന്ന് അടുത്തു വരും പോലെ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ അവൾക്ക് തോന്നിയില്ല. ദൈവമേ, അറ്റാക്കാണോ? അറ്റാക്കിന് വേദനയല്ലേ ഉണ്ടാവുക? ജെനി ഒന്ന് ആലോചിച്ചു. എന്തേലും ആവട്ടെ. അവൾ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവളെ അഞ്ച് തോണ്ടി വിളിച്ചു. എന്തോന്നടി? അവളെ നോക്കി ജെനി ചോദിച്ചു. മോളെ നോക്ക്, അടിപൊളി ചേട്ടൻ, നമ്മുടെ ടൊവിച്ചായന്റെ പോലെ. ഉഫ്, അഞ്ചുവിന്റെ കോഴി സട കുടഞ്ഞെണീറ്റു മക്കളെ. ജെനി അഞ്ചു പറഞ്ഞ വഴിയെ നോക്കി. സത്യമാണ്, എവിടേക്കോ ഒരു ടൊവിനോ. എന്നാ ബോഡിയാണ് എന്റെ ഈശ്വരാ. അഞ്ചു വാങ്ങിക്കൂട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട്. ജെനി കുറച്ചുനേരം അവനെ നോക്കി, പിന്നെ നോട്ടം ഫോണിലേക്ക് തന്നെ നോക്കി. അപ്പോഴും അവൾ അറിഞ്ഞില്ല പ്രിയപ്പെട്ട ഒന്നിനു വേണ്ടിയാണ് അവളുടെ ഹൃദയം പിടിച്ചതെന്ന്. ജെനിയെ കടന്നു പോകുന്ന അവന്റെ ഹൃദയത്താളം മുറുകിയപ്പോൾ അവൻ ചുറ്റിനും നോക്കി. അവനെ തന്നെ വായം പൊളിച്ചു നോക്കുന്ന അഞ്ജുവിനെയാണ് കണ്ടത്. പോയി ആ മൂട് പോയി. കുറച്ചു നേരം കൂടി അവിടെ ചെലവഴിച്ച് അവർ വണ്ടിയെടുക്കാൻ പാർക്കിങ്ങിലോട്ട് പോയി. നോണ്ടടി നമ്മുടെ ടൊവിനോ, അഞ്ജു മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ടൊവിനോയോ? പാച്ചു എബി അഞ്ജുവിനെ നോക്കി. ടൊവിച്ചായന്റെ പോലെയുള്ള ഒരു ചേട്ടൻ അവിടെയുണ്ട്, നോക്കിയേ. അഞ്ചു ചൂണ്ടിയടുത്തേക്ക് നോക്കുമ്പോൾ ജെനിയുടെ വണ്ടി ചവിട്ടി അവൻ നിൽക്കുന്നതാണ് കണ്ടത്. അവനിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോ അവരുടെ അടുത്തേക്ക് ചവിട്ടിത്തുള്ളി പോകുന്ന ജെനിയെയും കണ്ടു. ഡാ അച്ചു, നോക്കി, ഒരു ചെക്കൻ ചാടിത്തുള്ളി വരുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ അവനോട് ചോദിച്ചു. അത് ചെക്കനല്ല മണ്ട, പെണ്ണാണ്. അച്ചു അവനോട് പറഞ്ഞു. അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. പെണ്ണാണ്, സോറി ഡ്യൂ. അപ്പോഴേക്കും ജെനി അവിടെ എത്തിയിരുന്നു. അവളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് എബിയും പാച്ചു അഞ്ചു അവളുടെ പുറകെ വെച്ച് പിടിച്ചിരുന്നു. ഡോ! ജെനി അവളുടെ വണ്ടി ചവിട്ടി നിൽക്കുന്ന അച്ചുവിനെ വിളിച്ചു. അവളുടെ ദേഷ്യം കണ്ട് അവൻ അന്തം വിട്ടു. ഇവൾ എന്നാത്തിനാ എന്നോട്? അവൻ ആലോചിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവൻ വണ്ടിയിൽ നിന്ന് മാറിയിരുന്നില്ല. എന്താടി? കലിപ്പ് ഒട്ടും കുറയ്ക്കേണ്ട എന്ന് കരുതി അവനും അവളോട് തിരിച്ചു ചോദിച്ചു. താൻ ആരോട് ചോദിച്ചിട്ടാ വണ്ടി ചവിട്ടിയേക്കുന്നേ? അവൻ അവളെ ഒന്ന് നോക്കി. ആരോടെങ്കിലും ചോദിക്കണം, അറിയില്ലായിരുന്നു. അവന്റെ സംസാരം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് അവളുടെ വണ്ടി ചവിട്ടി നിൽക്കുന്നു, എന്നിട്ട് അത് ചോദിക്കുമ്പോ പുച്ഛിക്കുന്നു. ഒരുമാതിരി മറ്റടുത്ത സ്വഭാവം കാണിക്കരുത്, അവൾ വെറും തറയാണ്. ചോദിക്കണം. തനിക്ക് തനിയെ നിൽക്കാൻ വയ്യ, വല്ല തൂണിയും പോയി ചവിട്ടി നിൽക്കടോ. ഡി വേണ്ട. അവനും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. ജെനി, വേണ്ടടാ, പ്രശ്നമാക്കല്ലേ, അറിയാണ്ടല്ലേ. പാച്ചു അവളെ ഒന്ന് മയപ്പെടുത്താൻ നോക്കി. അങ്ങോട്ട് മാറി നിൽക്കടാ, ഇയാളെ എന്ന് ഞാൻ. ജെനി പാച്ചുവിനെ നീക്കി നിർത്തി അച്ഛനെ വണ്ടിയിൽ നിന്ന് വലിച്ചു മാറ്റി. തനിക്ക് ചവിട്ടി നിൽക്കാനല്ല ഇതിവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്, അത് പറയാൻ നീ ആരാടി? അവരുടെ കൂട്ടത്തിലെ ഒരു പെണ്ണ് അവളോട് ചോദിച്ചു. കണ്ടാൽ തന്നെ അറിയാം അവള് ബ്രൂട്ടീഷൻ ചെയ്യാറില്ല എന്ന്. ഇതേതാ ഈ അമ്മായി? ജെനി പാച്ചുവിനോട് ചോദിച്ചു. അവർക്കെല്ലാം ചിരി പൊട്ടി. കൃതി, നീ മാറും. അച്ചു അവളെ മാറ്റി നിർത്തി ജെനിയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് എന്താടി? ചുമ്മാ നിന്ന ഞങ്ങളുടെ മെക്കിട്ട് കയറുന്നു. താൻ ചുമ്മാ നിൽക്കുമായിരുന്നോ? ഇത് ചവിട്ടിയല്ലോടോ നിന്നെ? അതെടി, ഞാൻ ചിലപ്പോ ചവിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ കേറിയിരിക്കും. നിനക്കെന്താ? മോണജി കയറി ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. അതോടെ കണ്ടപ്പോ ജെനി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. അവൾ അവന്റെ കാലി പിടിച്ചു വലിച്ചു. പ്രതീക്ഷിക്കാതെ ഉള്ളതായതുകൊണ്ട് അവൻ തറയിലേക്ക് വീണു. എഞ്ചി അവട്ട് കംപ്ലീറ്റ്ലി യാവം. ഡി! അവന്റെ ബാക്കി കൂട്ടുകാരെല്ലാം അവളുടെ നേർക്ക് വന്നു. ഒന്ന് പോടാപ്പ. എന്റെ വണ്ടി ചവിട്ടുമ്പോഴും കയറി ഇരിക്കുമ്പോഴും എന്റെ സമ്മതം വേണം, കേട്ടല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ തറയിൽ കിടക്കാം. പോട്ടെ സേട്ടാ. അവരെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവൾ കൂളിംഗ് ഗ്ലാസും വെച്ച് വണ്ടിയിൽ കയറി. ഒരു ഇരമ്പലോടെ വണ്ടി അവരുടെ മുന്നിൽ നിന്നും പോയി. അവളുടെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ളവർ കാറ്റുപോയ ബലൂൺ പോലെയായി. പൊട്ടിയമ്മായി അവൾ പോയ വഴിയെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു.
അവളുടെ സൗന്ദര്യത്തിനേറ്റ അടിയാണേ. അച്ചുവിന് നല്ലവണ്ണം ദേഷ്യം വന്നിരുന്നു. അവരും പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോയി. ജെനി പെട്ടെന്ന് വണ്ടി നിർത്തിയത് കണ്ട് എബിയും പാച്ചു അഞ്ചു അവളെ നോക്കി. എന്നാടാ? അഞ്ചു അവളോട് ചോദിച്ചു. ജെനി ഒന്നും പറയാതെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് എബിയുടെ കൈ പൈസ കൊടുത്തു. ഇതെന്തിനാ? കാശിലേക്ക് അവളെ മാറി മാറി നോക്കിക്കൊണ്ട് എബി ചോദിച്ചു. 2 എണ്ണം, ജെനി സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവർ 3 പേരും പുറത്തേക്ക് നോക്കി. 3 പേരുടെയും കണ്ണുകൾ ഒരുപോലെ തിളങ്ങി. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാടാ. 3 ജെനിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. എബി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോയി. എന്തൊരു ഉത്സാഹം! കുറച്ചു കഴിഞ്ഞ് 2 ബോട്ടിൽ ബിയറുമായി അവൻ തുള്ളിച്ചാടി വന്നു. മോളെ അഞ്ചു, ബാഗിൽ സേഫ് ആക്കിക്കോ. വീട്ടിൽ പിടിച്ച നിന്റെ ആടിയന്തരം നടക്കും. അഞ്ജുവിനെ നോക്കി ഉമ്മ കൊടുക്കും പോലെ കാണിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അഞ്ചു ചിരിച്ചുകൊണ്ട് കുപ്പി അവളുടെ ബാഗ് പാക്കിലേക്ക് വെച്ചു. വീട്ടിലേക്ക് തിരിച്ചു. ജെനിയും കൂട്ടുകാരും കുടിക്കാറുണ്ട്. ബിയർ മാത്രം. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും മാത്രം. ആഴ്ചയിൽ 2 തവണ എന്ന് വേണേലും പറയാം. വീട്ടിൽ അറിയില്ല, പക്ഷെ വീട്ടിൽ വെച്ചാണ് കുടിക്കാറുള്ളത്. ബാൽക്കണിയാണ് അവരുടെ ബാർ. വീട്ടിലെത്തിയ പാടെ അച്ഛ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. എടാ പതിയെ പോടാ, നിന്റെ മൂല ഔട്ടാണ്. പുറകിൽ നിന്നും അവന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. ആഹാ, തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് കഴിഞ്ഞ സുഖം. എന്താടാ അച്ചു? അവൻ പോകുന്നത് നോക്കി അവന്റെ ഏട്ടൻ ചോദിച്ചു. എന്നാ മറുപടി ഒന്നും പറയാതെ അവൻ പോയി. ദീപു, എന്താടാ അവനെ? അവന്റെ കൂട്ടുകാരനോട് ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട എന്റെ മനുവേട്ടാ. ആ എന്താടാ, ഈ കൃതിക്ക് എന്തു പറ്റി? ഒരു മ്ലാനത? അവൻ പുട്ടിയമ്മയെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടത് ദീപു ചിരിച്ചു. കൃതി അവനെ നോക്കി കണ്ണുരുട്ടി. എന്നിട്ട് മനുവിനോട് എല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞതും മനുവും ഭയങ്കര ചിരി. കൃതിയാണ് പ്ലിങ്ങി നിൽക്കുന്നു. ഏട്ടാ, ഞങ്ങൾ പോട്ടെ, ഇവളെ വീട്ടിലാക്കണം. ദീപു യാത്ര ചോദിച്ചു. ശരിയടാ. ആ, അവനോട് പറഞ്ഞേക്കേ അച്ഛനും അമ്മയും എവിടെ? അവർക്കൊരു അർജന്റ് കേസ് വന്നപ്പോ പോയി. എന്നാ ബൈ ബൈ. അവർ യാത്ര പറഞ്ഞിറങ്ങി. ഇവിടെയാണ് നമ്മുടെ നായകൻ. ഡോക്ടർ രാമചന്ദ്രനും ഡോക്ടർ സീതാരാമചന്ദ്രനും 2 സൽപുത്രന്മാരാണ്. മൂത്തയാൾ ഡോക്ടർ അഭിമന്യു രാമചന്ദ്രൻ, മനു എന്ന് വിളിക്കും. ആളൊരു ഫിസിഷ്യനാണ്. 2ാമത്തെ മോനാണ് നമ്മുടെ നായകൻ, ഡോക്ടർ അങ്കദ് രാമചന്ദ്രൻ. അച്ചു എന്ന് വിളിക്കും. നാളെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും. റഷ്യയിലായിരുന്നു പഠനം. ആളൊരു കലിപ്പനാണ്. നമ്മുടെ അഞ്ചു പറഞ്ഞ പോലെ കാണാൻ ടൊവിച്ചോയനെ പോലെ സുന്ദരൻ, സുമുഖൻ. അച്ചുവിന്റെ കൂട്ടുകാരാണ് ദിപിൻ എന്ന ദീപു, കൃതിക എന്ന കൃതി, നമ്മുടെ കുട്ടിയമ്മായി. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, വിദ്യ എന്ന വിധു. വിധു ഇപ്പൊ നാട്ടിലില്ല, വൈകാതെ വരുമായിരിക്കും. വിധുവിന് അച്ചുവിനോട് സംതിങ് ഉണ്ട്. പക്ഷെ അച്ചുവിന് അവളൊരു ഫ്രണ്ട് മാത്രമാണ്. അങ്ങനെ അവൻ പറയുന്നു. മനു അച്ചുവിന്റെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ബാക്ക് തടവുകയാണ് പുള്ളി. ജെനി എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല വേദന ഉണ്ടോടാ? അവന്റെ അടുത്ത് ചെന്നിരുന്നോണ്ട് മനു ചോദിച്ചു. ഏയ്, മൂടും കുത്തി വീണ നല്ല സുഖമാണ്. ഏട്ടനൊന്ന് ട്രൈ ചെയ്യുന്നോ? അവന്റെ സംസാരം കേട്ടപ്പോ മനുവിന് ചിരി വന്നു. സാരമില്ല, ചൂട് പിടിക്കണോ? ചിരിച്ചുകൊണ്ട് മനു ചോദിച്ചു. വേണ്ട, ഇതിപ്പോ മാറും. എഴുന്നേറ്റിരുന്നു കൊണ്ട് അച്ചു പറഞ്ഞു. എന്നാലും അവളൊരു പുലിക്കുട്ടിയാണല്ലോ, നിന്നെയൊക്കെ വലിച്ച് താഴെ ഇട്ടില്ലേ? അവനെ കളിയാക്കിക്കൊണ്ട് മനു പറഞ്ഞു. പുലിക്കുട്ടി, എന്റെ കൈ കിട്ടുവോളെ. അച്ചു ദേഷ്യത്തോടെ മനുവിനോട് പറഞ്ഞു. മനു അവന്റെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. ജെനിയും വാലുകളും വീട്ടിൽ ചെന്ന് കയറിയപ്പോ അച്ഛനും അമ്മയും ജാനി ഹാളിലെ സെറ്റിയിലിരിക്കുന്നത്. മുഖം കണ്ടാലറിയാം എന്തോ വശപ്പിച്ചൊണ്ടെന്ന്. 4 ഇങ്ങോട്ട് നീങ്ങി നിന്നേ, അവരെ കണ്ടപാടെ ജാനി പറഞ്ഞു. 4 മുഖത്തോട് മുഖം നോക്കി. പിന്നെ അവരുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. എന്താടാ കാര്യം? പാച്ചു പതിയെ ജെനിയോട് ചോദിച്ചു. ആ, ജെനി കൈമലർത്തി. സ്ട്രൈക്കിന്റെ സത്യാവസ്ഥ വല്ലതും അറിഞ്ഞോ? അഞ്ചു പതിയെ ചോദിച്ചു. എന്നാ തീർന്ന്, എബി ദയനീയമായി പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, തല താഴ്ത്തി പിറുപിറുക്കുന്ന അവരോട് ജാനി പറഞ്ഞു. തല പൊക്കി നോക്കി. പ്രശ്നം ഗുരുതരമാണ്. ഈ ഒരാഴ്ച എന്തായിരുന്നു കോളേജ്? ജാനി ചോദിച്ചു. അത് തന്നെ, പാച്ചു ജെനിയോട് പതിയെ പറഞ്ഞു. ജെനി പാച്ചുവിനെ ഒന്ന് നോക്കി. അത് സ്ട്രൈക്ക് അല്ലേടാ? ജെനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കി ജാനിയോട് പറഞ്ഞു. എന്തിനായിരുന്നു? അത് എതിർ പാർട്ടിയുടെ കൊടിമരം നശിപ്പിച്ചെന്നോ മറ്റോ ആണ് അല്ലേ? ജെനി വീണ്ടും കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെ. മറ്റു 3 പേര് ഒരുപോലെ തലയാട്ടി. എന്നു മുതലാ പൊന്നുമക്കൾ കള്ളം പറഞ്ഞു തുടങ്ങിയത്? ജാനി അവരോട് ദേഷ്യപ്പെട്ടു. അവർ ഒന്നും മിണ്ടാതെ നിന്നു. ജെനി എത്ര പുലിക്കുട്ടിയാണെങ്കിലും അമ്മയുടെ അച്ഛന്റെയും ചേച്ചിയുടെ മുന്നിൽ പൂച്ചക്കുട്ടിയാണ്. അവരുടെ മുന്നിൽ ഇന്നേ വരെ ശബ്ദം ഉയർത്തിയിട്ടില്ല. സത്യം പറയ് ജെനി. അച്ഛൻ ഇരുന്നിടത്തു നിന്നും എണീറ്റു. അത് സ്ട്രൈക്ക് അല്ലായിരുന്നു, പിന്നെ സസ്പെൻഷൻ. നിഷ്കളങ്കമായി ജെനി പറഞ്ഞു. ഈ മാസം ഇത് എത്രാമത്തെയാണ്? അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. 2ാമത്തെ. ഇളിച്ചോണ്ട് അവൾ പറഞ്ഞു. ഇളിക്കലേ എന്ന് ശിവാനി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞേ. ജാനി അവര് 4 പേരെയും നോക്കി പറഞ്ഞു. ശിവാനി മിസ്സേ. പല്ലു കടിച്ചുകൊണ്ട് അവർ വിളിച്ചു. ഇപ്രാവശ്യത്തെ കാരണം എന്താണ്? അച്ഛൻ ചോദിച്ചു. അതോ, അത് സിമ്പിൾ. ഒരുത്തൻ ജൂനിയർ പെൺകുട്ടിയെ ഉമ്മ വയ്ക്കാൻ നോക്കി. ഞാൻ അവനെ അടിച്ചു. അവന്റെ കൂട്ടുകാർ ഇടപെട്ടു. പിന്നെ അത് കൂട്ടത്തല്ലേ. ഹോ, എന്റെ മോളെ, നീ എന്നാ ഒന്ന് അടിയുണ്ടാക്കാതെ കോളേജിൽ പോയി വരുന്നേ? അത് റിസ്ക് ആണച്ചേ. എന്നാ ഞങ്ങളങ്ങോട്ട് നാളെ മുതൽ വീണ്ടും കോളേജിലേക്ക് പോണേ. ചെല്ലി, നീയൊക്കെ അടി ഉണ്ടാക്കാനല്ലേ പോകുന്നേ? പറഞ്ഞിട്ട് കാര്യമില്ല.
അച്ഛൻ അവരെ നോക്കി പുച്ഛിച്ചു. നാലു വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. അവരുടെ പോക്ക് കണ്ട് അച്ഛനും അമ്മയും ജാനി തലയിൽ കൈവച്ചു. ഇനി എന്തൊക്കെ പുകിലാണോ ആവോ.